കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 10 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകൾക്ക് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. ചെന്നൈ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിലെ 10 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, കള്ളക്കുറിച്ചി, അരിയല്ലൂർ, പെരുമ്പല്ലൂർ, തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിഴുപ്പുരം, കടലൂർ, മയിലാടുതുറൈ, നാഗപട്ടണം, തിരുവള്ളൂർ, തഞ്ചാവൂർ, പുതുക്കോട്ട, രാമനാഥപുരം ജില്ലകളിലും പുതുച്ചേരിയിലും ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ചെന്നൈ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒക്ടോബർ 23-നും 24-നും തിരുവള്ളൂർ, ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, റാണിപേട്ട്, വെല്ലൂർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. തുടർച്ചയായ മഴ മൂലം വടക്കൻ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും കാവേരി നദീതട ജില്ലകളിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളോട് കടലിലിറങ്ങരുതെന്നും നിർദ്ദേശിച്ചു. തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത കനത്ത മഴയിൽ ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷിയെ ബാധിച്ചിരുന്നു. വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്ക് ഭക്ഷണം, കുടിവെള്ളം, ആശുപത്രികളിൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ള സൗകര്യം തുടങ്ങി എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ടു. മഴവെള്ളം എളുപ്പത്തിൽ കടലിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾക്കും നിർദ്ദേശം നൽകി. ചെന്നൈയിലെ ഇത്തരം ജോലികൾ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചൊവ്വാഴ്ച അവലോകനം ചെയ്തു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ചെന്നൈ ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ചെങ്കൽപ്പെട്ട്, കടലൂർ ജില്ലകളിൽ സ്കൂളിനും കോളേജിനും അവധിയാണ്. അതേസമയം വടക്കു കിഴക്കൻ കാലവർഷത്തിന്റെ ഭാഗമായി പശ്ചിമഘട്ടത്തിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ വൈഗെ അണക്കെട്ടിലെ ജലനിരപ്പ് കുത്തനെ ഉയർന്ന് 69 അടിയിലെത്തി. ഇതോടെ പൊതുമരാമത്ത് വകുപ്പ് തേനി ജില്ലയിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി. വൈഗെ നദീതീരത്തും സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ കടുത്ത ജാഗ്രത പാലിക്കണം. ആവശ്യമെങ്കിൽ പ്രദേശവാസികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും ഉത്തരവിട്ടു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മധുര, ശിവഗംഗ ജില്ലകളിൽ ദുരന്ത നിവാരണ സേനകളെ നിയോഗിച്ചിട്ടുണ്ട്. ദുർബല പ്രദേശങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകാൻ റവന്യൂ, പോലീസ് വകുപ്പുകൾക്ക് ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകി. ഈ ആഴ്ച മുഴുവൻ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതിജാഗ്രത പാലിക്കണം. നദീതീരത്തോ കവിഞ്ഞൊഴുകുന്ന കനാലുകളിലോ പോകരുത്. വൈഗെ അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണ നില 71 അടിയാണ്. വരിസനാട് കുന്നുകളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കഴിഞ്ഞ 3 ദിവസമായി വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് അണക്കെട്ടിലേക്ക് ധാരാളം വെള്ളം എത്തുന്നുണ്ട്. അതിനാൽ നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇത് നിരീക്ഷിക്കാനായി ഫീൽഡ് എഞ്ചിനീയർമാർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജലവിഭവ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു.